മനോഹരമായിട്ടാണല്ലേ അനീഷ് അനുമോളോട് വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചത്. അവരുടെ മനസ്സിൽ, അപ്പോൾ അനീഷിൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു പവിത്രമായ ഒരു വികാരത്തെ, പ്രണയം എന്ന് പറയുന്ന ഒരു വികാരത്തെ അയാൾ എക്സ്പോസ് ചെയ്തു. മോശമായിട്ടൊന്നുമല്ല പറഞ്ഞത്. ഞാൻ നിന്നെ നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്നാണ് ചോദിച്ചത്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും അത് എത്ര ക്യൂട്ടായിട്ടാണ് കാണുന്നവർക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മൾ പ്രൊമോ കണ്ടവർക്ക് എത്ര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. പക്ഷേ അതിന് കുറേ നെഗറ്റീവ് വോളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് തന്നെ എന്താ പറയുക, ദോഷമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിൽ, യൂട്യൂബിലും അതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുനാന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റ് മാത്രം ഇടുന്ന കുറേ വൃത്തികെട്ടവർ. സത്യം അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് കേട്ടോ. സത്യമായിട്ടും അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. കാര്യം മറ്റുള്ളവരുടെ ഫീലിങ്സിനെ വിറ്റ് ജീവിക്കുന്ന കുറേ യൂട്യൂബർമാർ, അതുപോലെ തന്നെ എന്ത് തോന്നിവാസവും കമൻ്റ് ഇടുന്ന കുറേ കമൻറ്റോളികൾ, ഇവരോടൊക്കെ പറയാനുള്ള ഒരേ ഒരു കാര്യം, കാശിന് വേണ്ടി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും വായി തോന്നുന്നത് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ വായി തോന്നുന്നത് വിളിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ, അല്ലെങ്കിൽ അത് കാണുന്നവൻ്റെ, അത് വായിക്കുന്നവൻ്റെ കുടുംബത്തിൻ്റെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഒരു സെക്കൻഡെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അതൊന്നും ചിന്തിക്കത്തില്ല. അത് ചിന്തിക്കാനുള്ള വിവരവും വിവേകവും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ആരും ഇടത്തില്ലല്ലോ. അപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രം. അനീഷിന് അനുവിനോട് തോന്നിയ പ്രണയം അനീഷ് തുറന്നു പറഞ്ഞു. അനുവിന് അത് ഇഷ്ടം, അല്ലെങ്കിൽ അനു അത് റിജക്റ്റ് ചെയ്യുന്നു. അവരത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അവർ തീർക്കുന്നു, അവർ പോകുന്നു. ഒരു ഗെയിം ഷോയാണ്, 100 ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അവരവരുടെ പാട് നോക്കി പോകും. നിങ്ങൾ ദയവ് ചെയ്തോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കൂ പ്ലീസ്.